ഹായ് ബിൻസി ആണ് ട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ്. ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നത് വാട്സപ്പിലും വെബ്സൈറ്റിലും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണോ അങ്ങനെ പർച്ചേസ് ചെയ്യാം ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ട്ടോ. കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്, കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ. ഫുൾ ആയിട്ട് അജ്ര പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിന്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും നെക്ക് ആണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. സെന്ററിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പോഞ്ച് ബോൾസിന്റെ കുഞ്ഞു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഈ കുർത്തി വന്നിരിക്കുന്നത് 3 പാനൽസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലും, അതുപോലെ തന്നെ ഇവിടെയും പാനല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് പൈപ്പിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 പാനൽസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് ഇതുപോലെ എലയിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ്. ഇൻസൈഡ് പോർഷനിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത്. ഇങ്ങനെ 3 പാനൽസിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ആ ഒരു പാനലിന്റെ പോർഷനിൽ പൈപ്പിംഗ് കൊടുത്ത് അതൊരു മെറൂൺ കളറിൽ വന്നിരിക്കുന്ന പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളുടെ ഈ കുർത്തിയുടെ കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിന്റെ അകത്ത് മെറൂൺ കളറിൽ വന്നിരിക്കുന്ന അജ്ര പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രിന്റിന്റെ ഹൈലൈഷൻ പോലെയാണ് ഈ ഒരു പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫ്ലെയറിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ബാക്ക് സൈഡിലും ഏലയും തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതും പ്യുവർ കോട്ടണിലാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. ഒരു 47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 720 ആണ്. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ സെയിം തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ പ്യുവർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാന്ത കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. ബ്രിക്ക് റെഡിന്റെ അകത്ത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അജ്രക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സെയിം തന്നെയാണ്. നെക്ക് വരുമ്പോഴത്തേക്കും നെക്ക് ആണ് കേട്ടോ. നെക്ക് ഒരുപാട് ഇറങ്ങിയതല്ല. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ നെക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെറിയ രീതിയിൽ വരുന്ന സ്പോഞ്ച് ബോൾസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. 3 പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഇതുപോലെ പാനൽസ് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് ബ്ലൂ കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡ്സിലും അതുപോലെ പാനൽസ് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എ ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. ബാക്ക് സൈഡും എ ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനായിട്ട്. അതും നല്ല ലെങ്ത്തിലാണ്. ഒരു 47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 720 ആണ്. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഇത് വരുമ്പോൾ കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. സ്ലിറ്റഡ് കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ്. നമുക്ക് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ ആണ്. ഇൻഡിഗോ ബ്ലൂവിന്റെയും വൈറ്റിന്റെയും കൂടി കോമ്പിനേഷൻ അങ്ങനെ പറയാവുന്ന കളറാണ് കേട്ടോ. ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ആണ്. വീഡിയോയിൽ ചിലപ്പോൾ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. അങ്ങനെയല്ല, ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇൻഡിഗോ ബ്ലൂവിന്റെ അത്രയും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ അല്ല കേട്ടോ. അതിലും ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ്. നെക്ക് വരുമ്പോഴത്തേക്കും അഫ്ഗാൻ കോളർ നെക്ക് പാറ്റേണിൽ തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രിന്റ് ആണെങ്കിൽ ഒരു ജോമെട്രിക്കൽ ഡിസൈനിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ്. ഒരു 46-47 ഇഞ്ചോളം ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഒക്കെ നോർമൽ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പാറ്റേണിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്, അതായത് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ക്ലോസപ്പിൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കാരണം ക്ലോസപ്പിൽ കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ്, നെക്ക് ആണെങ്കിലും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഓരോന്ന്, ഏത് കുട്ടിയാണെങ്കിലും അതിന്റെ ഫീച്ചേഴ്സ് ക്ലോസപ്പ് വ്യൂവിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിക്ക് സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പിക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഈ നെക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അഫ്ഗാൻ കോളർ നെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. വൈറ്റ് ബോട്ടത്തിന്റെ കൂടെയൊക്കെ ഈ ഒരു കുർത്തി പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്.
റേറ്റ് വന്നിരിക്കുന്നത് 620 ആണ് കേട്ടോ. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈ 2 പാറ്റേണിൽ വരുന്ന കുർത്തീസാണ്. ഇത് കോട്ടൺ കുർത്തി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം മാത്രമേ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ കോട്ടൺ ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കളർ ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കളർ കാർഡ് കമ്പൽസറി പറയുന്നത് കേട്ടോ. കളർ കാർഡ് യൂസ് ചെയ്തില്ല, കളർ പോയി എന്നൊന്നും പറയരുതേ. കാരണം ഇങ്ങനത്തെ കളേഴ്സിനൊക്കെ എപ്പോഴും ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ്സിനൊക്കെ അറിയാലോ, എപ്പോഴും ചെറിയൊരു കളർ ബ്ലീഡിങ്ങിന് ചാൻസ് ഉള്ള കളേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് കമ്പൽസറി ആയിട്ടും കളർ കാർഡ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ അതല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക്